ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഷാസ്. 2024 പേടിഎം വാലറ്റ് ആക്റ്റീവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഒരുപാട് പേര് എന്നോട് കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പേടിഎം വാലറ്റ് 2024 ആക്റ്റീവ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ പേടിഎമ്മിൽ പുതിയ RBI കൊണ്ടുവന്ന റൂള് കാരണം ഇനി മുതൽ പേടിഎം വാലറ്റും പേടിഎം ബാങ്ക്സും നമ്മൾക്ക് സാധാരണഗതിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഒട്ടും ലാഗാക്കുന്നില്ല, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലത്തെ കിടിലൻ കണ്ടന്റിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പോകും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, പേടിഎം വാലറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ പേടിഎമ്മിന് കുറച്ച് ദിവസം മുമ്പ് RBI കുറച്ച് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് മുഖേന ഇനി മുതൽ നമ്മൾക്ക് പേടിഎം ബാങ്കും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ പേടിഎം ബാങ്കിൽ ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ പേടിഎം വാലറ്റിൽ ബാലൻസ് ഉണ്ടെങ്കിലും അത് ഇപ്പോഴും നമ്മൾക്ക് നമ്മുടെ നോർമൽ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ പേടിഎം വാലറ്റ് നിങ്ങൾക്ക് ഇനി ആക്റ്റീവ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല. ഇനി RBI കൊണ്ടുവന്നിരിക്കുന്ന ആ റൂളും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഇനി പേടിഎം വാലറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റൂ. അതുപോലെ തന്നെ പുതിയ പേടിഎം വാലറ്റ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ നിലവിൽ നിങ്ങളുടെ പേടിഎം വാലറ്റിൽ വല്ല ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പെട്ടെന്ന് തന്നെ നിങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തോളാം. ഇത് കുറച്ച് ദിവസം കൂടി, ഒരു 1-2 മാസം കൂടി കഴിയുന്നതിന് ശേഷം നമ്മൾക്ക് പേടിഎം വാലറ്റ് തീരെ യൂസ് ചെയ്യാനാവാതായിട്ട് വരും. അപ്പോൾ നമ്മുടെ വാലറ്റിൽ ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെറുതെ വേസ്റ്റായി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പോഴും നിലവിൽ വാലറ്റ് അവിടെ കാണിക്കുന്നത് പേടിഎം വാലറ്റ് ഇല്ലാത്തവരോട് KYCയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ നിലവിൽ ഇനി ആ ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്തിട്ട് ലാസ്റ്റ് പ്രോസസ്സിൽ, അതായത് നമ്മുടെ KYC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സിൽ എത്തുമ്പോഴേക്കും ആ ഒരു കാര്യങ്ങളൊക്കെ ക്യാൻസലായിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു KYCയും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതായത് നമ്മൾക്കിനി പേടിഎം വാലറ്റ് 2024 മുതൽ അങ്ങോട്ട് നമ്മൾക്കിനി ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഇനി RBI വല്ല ഗൈഡ് ലൈൻസും കാര്യങ്ങളും അല്ലെങ്കിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ആ റൂൾസും കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുത്തുകയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂ. അങ്ങനെ വല്ല അപ്ഡേറ്റ്സും വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ മറ്റും, അതായത് പേടിഎം മറ്റുമൊക്കെ നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് മാത്രമാണ് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ വീണ്ടും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.